ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്ന് ആദ്യത്തെ റെസിപ്പി നെല്ലിക്ക രസത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. ഭയങ്കര ടേസ്റ്റായിട്ടുള്ള നെല്ലിക്ക രസമാണ്. രസം ഇഷ്ടപ്പെടാത്ത എന്നെപ്പോലുള്ള ആൾക്കാർക്ക് വരെ ഇത് ഇഷ്ടപ്പെടും, അത്രയ്ക്കും ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ തോരപ്പരിപ്പ് ഒന്ന് കഴുകിയിട്ട് വേവിക്കാൻ വെക്കണം. ഞാനിവിടെ തോരപ്പരിപ്പ് ഒരു 1/2 കപ്പോളം എടുത്തിട്ടുണ്ട്. അതൊന്ന് കഴുകിയിട്ട് കുക്കറിൽ ഇട്ട് കൊടുത്തു. എന്നിട്ട് ആവശ്യത്തിന് വെള്ളം, കുറച്ച് ഉപ്പ്, എന്നിട്ട് കുറച്ച് മഞ്ഞൾ, ഇത്രയും ചേർത്ത് ഒന്ന് കുക്കർ അടച്ച് വെച്ച് 4-5 വിസിൽ അടുപ്പിച്ചെടുക്കണം കേട്ടോ. നന്നായിട്ട് വെന്ത് വരണം. കുഴഞ്ഞു പോയാലും കുഴപ്പമൊന്നുമില്ല, എന്നാലും അത്യാവശ്യം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ടാവണം, അത്രയേ ഉള്ളൂ. ഇനി ഒരു 8 നെല്ലിക്ക എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് കഴുകിയിട്ട് ഞാൻ ഇങ്ങനെ ഒന്ന് വരഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈസിയായിട്ടൊന്ന് കട്ടായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ വരഞ്ഞു കൊടുക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടാവാം, നെല്ലിക്ക ചേർക്കുന്നതുകൊണ്ട് കയ്പുണ്ടാവും ഈ രസം എന്ന്. ഒട്ടും കയ്പില്ല, നിങ്ങൾക്കത് ഉണ്ടാക്കി കഴിയുമ്പോൾ മനസ്സിലാവും. ഒട്ടും കയ്പില്ലാത്ത നെല്ലിക്കയാണ്. അതേപോലെ തന്നെ നമ്മൾ ഈ നെല്ലിക്ക വെന്ത് വരുന്ന സമയത്തും ഒട്ടും കയ്പുണ്ടാവില്ല കേട്ടോ. കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും ചോറിൻ്റെ കൂടെ കഴിക്കാൻ. അങ്ങനെ 8 നെല്ലിക്ക ഞാൻ അങ്ങനെ വരഞ്ഞു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ രസം ഉണ്ടാക്കുന്ന പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് 2 മീഡിയം സൈസിലുള്ള തക്കാളി എടുത്തിട്ടുണ്ട്. പിന്നെ 2 പച്ചമുളക്, കുറച്ച് കറിവേപ്പില, ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ 1 ടേബിൾ സ്പൂൺ രസം പൗഡർ എടുത്തിട്ടുണ്ട്. ഏത് ബ്രാൻഡിൻ്റെ വേണമെങ്കിലും യൂസ് ചെയ്യാം. അപ്പോൾ ആ രസം പൗഡറും കൂടി ചേർത്തതിന് ശേഷം നമുക്ക് എത്ര വെള്ളം വേണോ അത്രയും ഒഴിച്ചിട്ടുണ്ട്. ഞാനിവിടെ ഈ ഒരു പാത്രം നിറച്ചും വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഏകദേശം എനിക്കൊന്ന് 1/2 ലിറ്ററിന് മുകളിലുണ്ടാവും. അപ്പോൾ അത്രയും ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് എല്ലാം നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഇത് അടുപ്പത്ത് വെച്ച് തിളപ്പിക്കണം. നെല്ലിക്കയ്ക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഒരു കണക്കൊന്നും ഇല്ല കേട്ടോ. ഞാനിവിടെ 8 എടുത്തേക്കുന്നത്. എങ്ങനെ പോയാലും ഈ വീട്ടിലെല്ലാവരും നെല്ലിക്ക കഴിക്കും. എനിക്ക് പൊതുവേ നെല്ലിക്ക വെറുതെ കഴിക്കാൻ ഇഷ്ടമല്ലെങ്കിലും ഇങ്ങനെ രസം വെക്കുകയാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അത്രയ്ക്കും ടേസ്റ്റാണ്, അതുകൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ നെല്ലിക്ക എല്ലാവരും കഴിക്കും. അതുകൊണ്ട് 8 എടുത്തെന്ന് മാത്രം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ക്വാണ്ടിറ്റി കുറയ്ക്കാൻ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇപ്പോൾ ആ രസം നല്ലതുപോലെ തിളച്ച് വരാൻ തുടങ്ങി. ഈ സമയത്ത് നമ്മൾ നെല്ലിക്ക ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ നന്നായിട്ട് വെന്തിട്ടുമുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന പരിപ്പ് ചേർത്ത് കൊടുക്കാൻ പോവാണ്. പരിപ്പ് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഒരുപാട് അങ്ങ് ഉടഞ്ഞു പോയിട്ടില്ല, എന്നാലും അത്യാവശ്യം നന്നായിട്ട് ഉടഞ്ഞിട്ടുമുണ്ട്. രസത്തിനകത്ത് പരിപ്പ് അങ്ങനെ കാണില്ല, ആ ഒരു രീതിയിലുണ്ട് കേട്ടോ. ഇപ്പോൾ അതും കൂടി ചേർത്തതിന് ശേഷം എല്ലാം നല്ലതുപോലെ മിക്സ് ചെയ്യാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ സമയത്തും വെള്ളം കൂടുതൽ ഒഴിക്കാം. അതായത് വെള്ളം പോരാ, നിങ്ങൾക്ക് ഇത്രയും രസം പോരാ, കുറച്ചും കൂടി വേണം തോന്നുകയാണെങ്കിൽ ഈ സമയത്തും വെള്ളം ഒഴിക്കാൻ കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് ഞാൻ എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് ഇതൊന്നും കൂടി ഒന്ന് തിളയ്ക്കാനായിട്ട് വിടുകയാണ്. അത്യാവശ്യം നന്നായിട്ടൊന്ന് തിളച്ച് വന്നാൽ മാത്രം മതി കേട്ടോ. ഒരുപാട് നേരമായിട്ട് അങ്ങ് വറ്റിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നല്ലതുപോലെ തിളച്ച് വന്നാൽ മാത്രം മതി. നമുക്ക് സ്റ്റൗവിൽ നിന്ന് മാറ്റി വെക്കാം. എന്നിട്ട് കടുക് താളിച്ചൊഴിക്കാം. ഇത് ഞാൻ ഇതിൽ പുളിവെള്ളം ചേർക്കുന്നില്ല കേട്ടോ. നമുക്ക് ഈ ഒരു രസത്തിനകത്ത് പുളിവെള്ളം ചേർക്കേണ്ട യാതൊരു ആവശ്യമില്ല. നെല്ലിക്കയ്ക്ക് ചെറിയൊരു പുളിപ്പുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പുളിവെള്ളം ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി പാൻ ചൂടാക്കാൻ വെച്ചു. എന്നിട്ട് നെയ്യാണ് ഒഴിച്ചു കൊടുത്തേക്കുന്നത്. നെയ്യിന് പകരം വേണമെങ്കിൽ നിങ്ങൾക്ക് എണ്ണ ചേർക്കാവുന്നേ ഉള്ളൂ. നെയ്യ് ചേർക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനി നെയ്യ് ചൂടായി വരുന്ന സമയത്ത് കടുകിട്ട് പൊട്ടിച്ചിട്ടുണ്ട്. എന്നിട്ട് വറ്റൽമുളക്, കറിവേപ്പിലയും ചേർത്തു. അത് നമ്മുടെ രസത്തിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോവാണ്. ഇതിനകത്ത് ഗാർലിക്കോ അല്ലെങ്കിൽ പുളിവെള്ളമോ ഒന്നും ആവശ്യമില്ല. അത്രയ്ക്കും സിമ്പിളായിട്ടുള്ള ഒരു രസമാണ്, യെറ്റ് നല്ല ഡിലീഷ്യസ് ആയിട്ടുള്ള ഒരു രസമാണ്. പിന്നെ ലാസ്റ്റിലായിട്ട് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം ഒരു 1/2 ടേബിൾ സ്പൂൺ ശർക്കര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് ചേർത്തില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, ചേർക്കുകയാണെങ്കിൽ നല്ലതാണ്. അതില്ലെന്നുണ്ടെങ്കിൽ കുറച്ച് ഷുഗർ ചേർത്ത് കൊടുക്കാം. പക്ഷേ കുറച്ചും കൂടി ഹെൽത്തി ആയിട്ട് ജാഗരി ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ രസം റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇനി അടുത്തായിട്ട് കോളിഫ്ലവർ പെപ്പർ ഫ്രൈ ആണ് കേട്ടോ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ കോളിഫ്ലവർ ഒന്ന് ചൂടുവെള്ളത്തിട്ട് വെക്കണം. ഞാനിവിടെ വെള്ളം തിളപ്പിക്കാൻ വെച്ചു. എന്നിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. അത് കഴിഞ്ഞ് അതൊന്ന് ചൂടായി വരുന്ന സമയത്ത് കോളിഫ്ലവർ ഇട്ടു. ഒരു 1-2 മിനിറ്റ് അത്രേ ഉള്ളൂ. അതൊന്ന് ജസ്റ്റ് തിളയ്ക്കാൻ വേണ്ടി മാത്രം ഇട്ട് കൊടുത്തു കേട്ടോ. അത്രേ ഉള്ളൂ. ഒരുപാട് നേരം ഒന്നും ചൂടുവെള്ളത്തിൽ ഇട്ടിട്ടില്ല. ഒന്ന് ക്ലീൻ ചെയ്തെടുത്തു എന്ന് മാത്രം. അത് കഴിഞ്ഞ് ഒന്ന് പച്ചവെള്ളത്തിൽ കഴുകിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മസാല ഉണ്ടാക്കി തുടങ്ങാം. അപ്പോൾ അതിനായിട്ട് ഒരു കടായി ചൂടാക്കാൻ വെച്ചു. എന്നിട്ട് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നോർമൽ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുത്തേക്കുന്നത്. എന്നിട്ട് അത് ചൂടായി വരുന്ന സമയത്ത് ഒരു 1/4 ടീസ്പൂൺ അല്ലെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ താഴെയായിട്ട് ജീരകം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് അതൊന്ന് മൂത്ത് വരുന്ന സമയത്ത് ഇതിലേക്ക് മീഡിയം സൈസിലുള്ള 2 ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് 2 പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് കറിവേപ്പിലയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഉള്ളി ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഉള്ളിയുടെ കളർ ഒന്ന് മാറി വരുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അടച്ചു വെച്ച് വേവിക്കുകയാണെങ്കിൽ പെട്ടെന്ന് ഉള്ളി വെന്ത് കിട്ടും. അത് കഴിഞ്ഞ് ഒന്ന് തുറന്ന് വെച്ചിട്ട് ഇളക്കി കൊടുത്താൽ പെട്ടെന്ന് വഴറ്റി കിട്ടിക്കോളും. ഇപ്പോൾ ഉള്ളിയുടെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഞാൻ 1/2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് പേസ്റ്റായിട്ട് വേണ്ടെന്നുണ്ടെങ്കിൽ അത് മുഴുവനായിട്ടും ചേർത്ത് കൊടുക്കാം. അത് ആദ്യം തന്നെ ചേർത്ത് കൊടുക്കണം. എണ്ണ ഒഴിച്ച പാടെ നമുക്കത് ചേർത്ത് കൊടുക്കണം. ഇപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി ഒരു പേസ്റ്റൊക്കെ ഒന്ന് പച്ചമണം മാറി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, എരിവുള്ള മുളക് പൊടിയാണ് ചേർത്തേക്കുന്നത്. പിന്നെ ഒരു 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, പിന്നെ ഒരു 1/2 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകത്തിൻ്റെ പൊടി, 1/2 ടേബിൾ സ്പൂൺ നല്ല ജീരകത്തിൻ്റെ പൊടി, ഇത്രയാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. എന്നിട്ട് പൊടികളുടെ പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. തീ ഇപ്പം ഞാൻ ലോ ഫ്ലെയിമിലാണ് കേട്ടോ വെച്ചേക്കുന്നത്. ഈ പൊടികളുടെയൊക്കെ പച്ചമണം മാറി വരുമ്പം ഇതിലേക്ക് കോളിഫ്ലവർ ചേർത്ത് കൊടുക്കണം. കോളിഫ്ലവർ നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാം കേട്ടോ. പക്ഷേ ഞാനിവിടെ ചെറുതായിട്ടാണ് കട്ട് ചെയ്തെടുത്തേക്കുന്നത്. കാരണം പെട്ടെന്ന് വെന്ത് വരികയും ചെയ്യും, അതുപോലെ മസാല നന്നായിട്ട് പിടിക്കുകയും ചെയ്യും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തേക്കാണ്. ഇനി ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പും പിന്നെ 1 ടേബിൾ സ്പൂൺ പെപ്പർ പൗഡറും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പെപ്പർ ഫ്രൈ ആയതുകൊണ്ട് തന്നെ പെപ്പർ പൗഡറിൻ്റെ സ്മെല്ലും അതേപോലെ ടേസ്റ്റും മുന്നിട്ട് നിൽക്കണം. അപ്പോൾ അതുകൊണ്ട് 1
ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തു. എന്നിട്ട് എല്ലാം നല്ലതുപോലെ മിക്സ് ചെയ്യുക. ഞാൻ ഈ സമയത്ത് വെള്ളം ഒന്നും ഒഴിക്കുന്നില്ല. ഈ സമയത്ത് നല്ല ഞാൻ ഇതിൽ വെള്ളം ഒഴിക്കുന്നേ ഇല്ല കേട്ടോ, അല്ലാതെ തന്നെ അടച്ചു വെച്ച് വേവിക്കുകയാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വെള്ളം ഒന്ന് തെളിച്ചു കൊടുക്കാം, പെട്ടെന്ന് ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് വെള്ളം ഇങ്ങനെ ഒന്ന് തെളിച്ചു കൊടുക്കാം. പക്ഷേ വെള്ളം ഒഴിക്കണ്ട, ഒഴിച്ചിട്ടുണ്ടെങ്കിൽ കംപ്ലീറ്റ്ലി ടേസ്റ്റ് മാറിപ്പോകും. അപ്പോൾ അതുകൊണ്ട് വെള്ളം ഒഴിച്ചു കൊടുക്കണ്ട. അതല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ സ്ലോ കുക്കിംഗ് ആണെങ്കിൽ ഒന്നും കൂടി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. നമുക്കിങ്ങനെ മെല്ലെ കളറൊക്കെ മാറി പെപ്പറിൻ്റെ കളറായി വരുന്ന കാണാൻ പറ്റും. ആ സമയത്ത് ഒരു 1/2 ടേബിൾ സ്പൂൺ മാത്രം ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഗരം മസാലപ്പൊടിക്ക് പകരം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചിക്കൻ മസാലയും ചേർത്ത് കൊടുക്കാൻ കുഴപ്പമൊന്നുമില്ല. ഞാനിവിടെ 1/2 ടേബിൾ സ്പൂൺ ഗരം മസാല ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി എടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഏറ്റവും ലാസ്റ്റിലായിട്ട് കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്, കുറച്ച് അധികം ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ കോളിഫ്ലവർ പെപ്പർ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ, സൂപ്പറാണ്. ഇനി അടുത്തൊരു സൈഡ് ഡിഷാണ് കേട്ടോ, അമരപ്പയറും പൊട്ടറ്റോ ഒക്കെ ഇട്ടിട്ടുള്ള ഒരു കറിയാണ്. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ വെള്ളം ഒന്ന് തിളപ്പിക്കാൻ വെച്ചു. എന്നിട്ട് ക്ലീൻ ചെയ്ത് കഴുകി മാറ്റി വെച്ചേക്കുന്ന അമരപ്പയർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. ഈ വെള്ളം നമ്മൾ കളയാൻ പാടില്ല, നമ്മൾ ഈ തിളപ്പിച്ചെടുക്കുന്ന വെള്ളം കളയാൻ പാടില്ല. ഞാൻ കറിക്കകത്ത് ഒഴിക്കുന്നുണ്ട്, അപ്പോൾ അതുകൊണ്ട് വെള്ളം കളയുന്നില്ല. അമരപ്പയർ നന്നായിട്ടൊന്ന് വെന്ത് വരണം. ഏകദേശം ഒരു 80% നന്നായിട്ടൊന്ന് വെന്ത് വരുന്ന സമയത്ത് അത് മാറ്റി വെക്കാം. ഭയങ്കരമായിട്ട് അങ്ങ് സോഫ്റ്റായി പോകണ്ട, കാരണം നമ്മൾ കറിക്കകത്ത് ഇട്ടതിന് ശേഷം ഒന്നും കൂടി ഒന്ന് ചൂടാക്കി എടുക്കും. അപ്പോൾ അതുകൊണ്ട് കുഴഞ്ഞു പോകാൻ പാടില്ല. അത്യാവശ്യം ഒരു 80% വെന്ത് വരുന്ന സമയത്ത് നമുക്ക് വെള്ളത്തിൽ നിന്ന് മാറ്റി വെക്കാം. എന്നിട്ട് ഈ വെള്ളം അങ്ങനെ തന്നെ വെക്കുന്നുണ്ട് കേട്ടോ, കളയാൻ പാടില്ലേ. ഇനി നമുക്ക് ഗ്രേവി ഉണ്ടാക്കി തുടങ്ങാം. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ പാൻ ഒന്ന് ചൂടാക്കാൻ വെച്ചു. എന്നിട്ട് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് ഏകദേശം 1 ടീസ്പൂണോളം നല്ല ജീരകം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് പൊട്ടി വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു വലിയ സൈസിലുള്ള ഉള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നീളത്തിൽ അരിഞ്ഞേക്കുന്ന ഉള്ളിയാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. എന്നിട്ട് ഒരു 2 പച്ചമുളക് ചേർത്ത് കൊടുത്തു. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഈ ഉള്ളി ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഉള്ളിയുടെ കളർ ചെറുതായിട്ടൊന്ന് മാറി വരുന്നവരെ നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പം ഞാനിവിടെ അടച്ചു വെച്ചിട്ടാണ് വേവിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് തുറന്ന് വെച്ച് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. എന്നാലേ ഒന്ന് പെട്ടെന്ന് ആയി കിട്ടത്തുള്ളൂ കേട്ടോ, അല്ലെങ്കിൽ കുറേ സമയം എടുക്കും. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ചെയ്താൽ പെട്ടെന്ന് ആയി കിട്ടും. ഉള്ളിയുടെ കളറൊക്കെ ചെറുതായിട്ടൊന്ന് മാറി വരുമ്പോൾ നമുക്കിതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ ഒരു 1/2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് എടുത്തിട്ടുണ്ട്. അതും കൂടി ചേർത്തതിന് ശേഷം പേസ്റ്റിൻ്റെ പച്ചമണം മാറുന്ന വരെ നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. അത് കഴിഞ്ഞ് ഇതിലേക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ എരിവിന് വേണ്ടിയിട്ടുള്ള മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1.5 ടീസ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുത്തു. അത് കഴിഞ്ഞ് ഇതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കുന്നുണ്ട്. ഈ പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി കിട്ടണം. അപ്പോൾ അതുവരെ ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കണേ. തീ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. പൊടികളുടെയൊക്കെ പച്ചമണം മാറി വരുമ്പോൾ ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ ഒരു വലിയ സൈസിലുള്ള തക്കാളിയാണ് എടുത്തേക്കുന്നത്. അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്തു. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അടച്ചു വെച്ചൊന്ന് വേവിക്കാൻ പോവാണ്. തക്കാളി ഒന്ന് നന്നായിട്ട് ഉടഞ്ഞു വരണം കേട്ടോ. അപ്പോൾ അതുവരെ ഒന്ന് അടച്ചു വെച്ച് വേവിക്കാൻ പോവാണ്. നല്ല പഴുത്ത തക്കാളി ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടിക്കോളൂ കേട്ടോ. അതിപ്പോൾ നന്നായിട്ട് ഉടഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാൻ പോവാണ്. ഉരുളക്കിഴങ്ങ് ഏത് ഷേപ്പിൽ വേണമെങ്കിലും കട്ട് ചെയ്യാം. ഞാനിങ്ങനെ നീളത്തിലാണ് കേട്ടോ കട്ട് ചെയ്തെടുത്തേക്കുന്നത്. ഭയങ്കര കനം കൂടിയിട്ടും ഇല്ല, എന്നാൽ കനം കുറഞ്ഞിട്ടും അല്ല. അത്യാവശ്യം ഒരു മീഡിയം സൈസിലുള്ള തിക്നെസ് ആണുള്ളത്. കാരണം എന്ന് വെച്ചാൽ പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഇങ്ങനെ കട്ട് ചെയ്തത് കറിക്ക് കാണുമ്പോൾ ഒരു ലുക്ക് കിട്ടാൻ വേണ്ടി മാത്രമേ ഉള്ളൂ. എങ്ങനെ വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാൻ കുഴപ്പമൊന്നുമില്ല. ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന വെള്ളമില്ലേ, അമരപ്പയർ വേവിച്ച വെള്ളം, അതും കൂടി ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് എല്ലാം നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് അടച്ചു വെച്ച് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ. നന്നായിട്ട് തിളച്ച് വരണം. ആ വെള്ളത്തിൽ നമ്മുടെ പൊട്ടിട്ട് നന്നായിട്ട് വെന്ത് വരികയും വേണം. അത്യാവശ്യം ഒന്ന് കുറുകി വരുന്ന സമയത്ത് ഈ വെള്ളമൊക്കെ വറ്റി ചെറുതായിട്ടൊന്ന് കുറുകി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് വേവിച്ചിരിക്കുന്ന അമരപ്പയർ ചേർത്ത് കൊടുക്കണം. എന്നിട്ട് ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് എല്ലാം നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് അടച്ചു വെച്ച് വേവിക്കാൻ പോവാണ്. ഓൾറെഡി അമരപ്പയർ വെന്തതാണ്, ഉരുളക്കിഴങ്ങും വെന്തതാണ്. എന്നാലും ഇത് അടച്ചു വെച്ചിട്ട് ഒന്ന് ഇത് മസാല നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ട് അടച്ചു വെച്ചൊന്ന് വേവിക്കുന്നുണ്ട്. നിങ്ങൾക്ക് അമരപ്പയർ ചെറുതായിട്ട് അരിയണമെന്നുണ്ടെങ്കിൽ അതുപോലെയും ചെയ്യാം. ഞാനിവിടെ അത്യാവശ്യം ചെറിയൊരു സൈസ് അമരപ്പയർ ആയതുകൊണ്ട് തന്നെ ഞാൻ കട്ട് ചെയ്തിട്ടില്ല അധികം. അതങ്ങനെ തന്നെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു മീഡിയം സൈസിലുള്ള അമരപ്പയറാണ് അത്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ തന്നെ വെച്ചിട്ടുണ്ട്. ഇതായിപ്പോൾ അടച്ചു വെച്ച് വേവിക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് വെന്ത് വരുന്ന സമയത്ത് ഇതിൻ്റെ കളറൊക്കെ മാറി തുടങ്ങുമല്ലോ. ആ സമയത്ത് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കുന്നുണ്ട്. ലാസ്റ്റിൽ കുറച്ച് മല്ലിയില ചേർത്ത് കൊടുത്തു. എന്നിട്ട് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട്. ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ചേർക്കാം. അത് കഴിഞ്ഞ് ഇനി ഇത് നന്നായിട്ടൊന്ന് വറ്റിച്ച് നല്ല റോസ്റ്റ് പരുവത്തിലാക്കി എടുത്താൽ മാത്രം മതി. നല്ല അടിപൊളി സൈഡ് ഡിഷാണ്. ചപ്പാത്തിക്കും പൂരിക്കൊക്കെ നല്ല അടിപൊളി സൈഡ് ഡിഷാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യൂ, ഉറപ്പായിട്ട് ഇഷ്ടപ്പെടും. അപ്പോൾ ഈ എല്ലാ റെസിപ്പീസും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. കൂടെ തന്നെ ചാനൽ സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ.